സംശയിച്ചിരിക്കുന്നത് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കൈയടിച്ച് അടുത്ത ലൈൻ വാങ്ങിക്കുക. നമ്മുടെ ഏറെ പ്രിയപ്പെട്ടവരെല്ലാവരും പലരും വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ സംഗീത ലോകത്തിന് തീരാ നഷ്ടമാണ് ശ്രീ SPB സാർ എന്ന് പറയുന്ന ഒരു വലിയ ലെജൻഡറി മ്യൂസീഷ്യന്റെ വിയോഗം. ഞാനൊരു ചെറിയൊരു കാര്യം പറയാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്. ചിത്ര ചേച്ചി കാരണമാണ് SPB സാറിനോടൊപ്പം ഞാൻ വേദികൾ പങ്കിടാൻ ആരംഭിച്ചത്. ഒരു വേദിയിൽ ഞാൻ വയലിൻ എടുക്കാതെ പോയ വേദി, പാട്ടുകാരിയായി പോയ ഒരു വേദിയിൽ SPB സാറ് എന്നോട് ചോദിച്ചു, എനിക്ക് വയലിൻ എടുത്തിട്ട് വരില്ലയാണ് ചോദിച്ചിട്ട് വയലിൻ എടുക്കാൻ പറഞ്ഞിട്ട് ഓഡിയൻസിനോടൊരു അരമണിക്കൂർ അവരെ വെയിറ്റ് ചെയ്യിച്ച് വെച്ചിട്ട് വയലിൻ എടുത്ത് വന്നിട്ട് എന്നെ കൊണ്ട് കണക്ട് ചെയ്യിച്ച് സാധിച്ചിട്ട് സ്റ്റേജിൽ വായിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള അപ്കമിങ് ആർട്ടിസ്റ്റുകളെ അങ്ങനെ ഒരു സ്ലോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് ഒരു നിർബന്ധമില്ല അവർക്ക്. പക്ഷെ സാറിൻ്റെ ഒരു വലിയ മനസ്സാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് SPB സാർ, ചിത്ര ചേച്ചി രണ്ടുപേരും എൻ്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായതുകൊണ്ട് അടുത്തൊരു പാട്ട് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടുള്ളതായാൽ എങ്ങനെ ഉണ്ടാകുന്ന ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം SPB സാറും ചിത്ര ചേച്ചിയും ചേർന്നിട്ടുണ്ട്. പക്ഷെ ചേച്ചി പറഞ്ഞൊരു കഥ എനിക്കറിയാം. SPB സാറ് പോലും പാടാനായിട്ട് ജാനകി അമ്മ അത്ര മനോഹരമായിട്ട് പാടി വെച്ചിട്ട്, സാറ് പാടിയത് മോശം എന്നല്ല, പക്ഷെ ജാനകിയമ്മ പാടിയതിന് എത്ര പാടിയിട്ടും എനിക്ക് ജാനകിയമ്മ പാടിയ പോലെ ആവണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സാറ് ഒരുപാട് ടേക്ക് പോയൊരു പാട്ടുണ്ട്. ആ പാട്ട് ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു പാട്ട് ജാനകിയമ്മയോടൊപ്പം കൊണ്ടൊരു ഡ്യുവറ്റ് SPB സാറ് ഒരു 10-20 തവണ പാടിയെന്നാ പറയണത്, വീണ്ടും വീണ്ടും ശരിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാട്ടുണ്ട്. ആർക്കെങ്കിലും അറിയോ പാട്ട് ഏതാണ്? ഷൊർണൂരുകാരൻ നല്ല അസല പാട്ടുകാരാണോ? മര്യാദയ്ക്ക് വായിച്ച ശ്രുതി ചേർന്നല്ലെങ്കിൽ അടി കിട്ടുന്ന ഉറപ്പാണ്. നിങ്ങൾ എന്ത് രസമായിട്ടോ ശ്രുതി ശുദ്ധമായിട്ട് പാടിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങളൊക്കെ കൈയടി തരാണ്.
വേട്ടുപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു SPB സാറിന്റെ കൂടെ ഞാനും കൂടെ ചേർന്നിട്ട് നിങ്ങളെ ഇവിടെ ബീച്ചൊന്നും ഇല്ലല്ലോ അല്ലേ അടുത്ത്? ഇല്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ എന്റെ നാട്ടിലെ ബീച്ചിലേക്ക് ഒന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടോട്ടെ? വരും എന്റെ കൂടെ? ഞാൻ മാത്രമല്ല, SPB സാർ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇരുന്ന ബീച്ചിലേക്ക് പോക്കാറില്ല. ഒപ്പം ഇങ്ങനെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് വരണം. അപ്പൊ ക്ലാപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ വരുന്നത് കേട്ടോ സുമേഷ് ചേട്ടാ. നിങ്ങൾ ആരും എൻ്റെ കൂടെ വായിക്കരുത്. ഞങ്ങളും ഇവരും കൂടെ ഓഡിയൻസ് നമ്മൾ ആയിട്ട് പോവാണ് ബീച്ചിലേക്ക്. അപ്പൊ നമ്മൾ പതുക്കെ പോവാം. എവിടെ കയ്യിൽ മേലെ പോകട്ടെ. ആ, നമ്മളത് പതുക്കെ ബീച്ചിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. വയലിലൊക്കെ വായിക്കാൻ നിങ്ങളാണെങ്കിൽ കയ്യടി തരണമില്ല. ഇത്രയും ശ്വാസം ഒറ്റയടിക്ക് വയലിലെ ശ്വാസം പിടിച്ച് വായിച്ചത്.
ഓക്കെ